പാക് തടവിൽ നിന്ന് മോചിതനായി ഇന്ത്യൻ മണ്ണിലേക്ക് തിരികെ എത്തിയ അഭിനന്ദ് വർത്തമാന് ആദരം അർപ്പിക്കുകയാണ് രാജ്യം. അഭിനന്ദിനോടുള്ള ആദര സൂചകമായി നവജാത ശിശുവിന് ആ പേര് നൽകിയിരിക്കുകയാണ് രാജസ്ഥാനിലെ. പൈലറ്റിന്റെ ധീരതയിൽ ഏറെ അഭിമാനിക്കുന്നു. അദ്ദേഹത്തെ ഓർക്കാൻ വേണ്ടിയാണ് കുഞ്ഞിന് അഭിനന്ദൻ എന്നു തന്നെ പേര് നൽകിയത്. വലുതാകുമ്പോൾ അവൻ അഭിനന്ദിനെ പോലെ ധീരനായ സൈനികൻ ആകണമെന്നാണ് എന്റെ ആഗ്രഹം, കുഞ്ഞിന്റെ അമ്മ സപ്നാദേവി പറഞ്ഞു. അഭിനന്ദിന്റെ മോചന വാർത്ത എത്തിയതോടെ കുടുംബം മുഴുവൻ ടെലിവിഷൻ മുന്നിലായിരുന്നു. അഭിനന്ദിനെ കൈമാറുന്നത് കാണാൻ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മകൾക്ക് പ്രസവവേദന വന്നതും അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയതും. കുഞ്ഞിന്റെ മുത്തച്ഛൻ ജനേഷ് ഭൂട്ടാനി പറഞ്ഞു, വ്യോമസേന പൈലറ്റിനുള്ള ആദരവ് സൂചകമായിട്ടാണ് അവന് അഭിനന്ദൻ എന്ന് പേര് നൽകിയത്. അഭിനന്ദനെയോർത്ത് വളരെയധികം അഭിമാനമുണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞിന് അങ്ങനെ പേര് നൽകിയത്, ഭൂട്ടാനി പറയുന്നു. രാജസ്ഥാനിലെ അൽവാർ സ്വദേശികളാണ് കുടുംബം. ഫെബ്രുവരി 27-നാണ് അഭിനന്ദൻ പാകിസ്ഥാൻ പിടിയിലായത്. മാർച്ച് 1-ന് വാഗ അതിർത്തി വഴി ഇന്ത്യൻ മണ്ണിൽ തിരിച്ചെത്തി. വാഗ അതിർത്തിയിൽ മുതിർന്ന വ്യോമസേനാ ഉദ്യോഗസ്ഥർ ചേർന്ന് സ്വീകരിച്ചു. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വർത്തമാനെ രാത്രി ഡൽഹിയിൽ എത്തിച്ചു. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി ഇന്ന് കൂടിക്കാഴ്ച നടക്കും. അദ്ദേഹത്തോട് പാക് കസ്റ്റഡിയിലെ അനുഭവങ്ങൾ വിശദമായി ചോദിച്ചറിയും. അതേസമയം പാക് പിടിയിൽ നിന്ന് മോചിതനായ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് വ്യോമസേന വീണ്ടും രംഗത്തെത്തി. അദ്ദേഹത്തെക്കുറിച്ച് വ്യോമസേന അഭിമാനിക്കുന്നു. അഭിനന്ദനെ പ്രകീർത്തിച്ചുകൊണ്ട് വ്യോമസേന ട്വിറ്ററിൽ കുറിച്ചു. ഇതിനൊപ്പം കഴിഞ്ഞ ദിവസം പാക് വിമാനങ്ങളെ തുരത്തിയ ഇന്ത്യൻ നീക്കത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 27-ന് രാവിലെ 10 മണിക്കാണ് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമിട്ട് പാക് വിമാനങ്ങൾ നടത്തുന്ന വൻ നീക്കം വ്യോമസേന റഡാറുകൾ കണ്ടെത്തിയത്. സുന്ദർബാനി മേഖലയിലെ രജൌറിക്ക് പടിഞ്ഞാറ് പാക് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചു. തുടർന്ന് വ്യോമസേന പോർ വിമാനങ്ങളായ MiG-21, ബൈസൺ, സുഖോയ് Su-30, MKI, മിറാഷ് 2000 എന്നിവർ കടന്നുകയറിയ പാക് വിമാനങ്ങൾ തുരത്താനായി പറന്നുയർന്നു. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട പാക് വിമാനങ്ങളെ ഇന്ത്യൻ സേന വിജയകരമായി പാക് വിമാനങ്ങൾ വർഷിച്ച ബോംബുകൾ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളുടെ സമീപത്ത് വീണെങ്കിലും യാതൊരു നാശനഷ്ടങ്ങളും ഉണ്ടായില്ല. തുടർന്ന് നടന്ന വ്യോമാക്രമണത്തിൽ പാകിസ്ഥാന്റെ ഒരു F-16 വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു. പാക് മേഖലയിലാണ് അത് തകർന്നു വീണത്. ഈ നീക്കത്തിൽ വ്യോമസേനയ്ക്ക് ഒരു MiG-21 നഷ്ടമായി. പൈലറ്റ് സുരക്ഷിതമായി രക്ഷപ്പെട്ടെങ്കിലും പാക് മേഖലയിലാണ് പാരച്യൂട്ടിൽ ഇറങ്ങാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെ പാക് സൈന്യം കസ്റ്റഡിയിലെടുത്തു. അഭിനന്ദൻ തിരികെ ഞങ്ങൾക്കൊപ്പം എത്തിയിരിക്കുന്നു, അദ്ദേഹത്തെ ഓർത്ത് അഭിമാനിക്കുന്നു, വ്യോമസേനയുടെ ട്വിറ്റർ ഇങ്ങനെ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.